ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ പേരൂർക്കടയിലെ ദളിത് യുവതി ബിന്ദുവിനെ ക്രൂരമായി അപമാനിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരാണെന്ന് പ്രാഥമിക കണ്ടെത്തൽ. സസ്പെൻഷനിലായ എസ്.ഐക്ക് പുറമെ പേരൂർക്കട സ്റ്റേഷനിലെ 2 സിവിൽ പോലീസ് ഓഫീസേഴ്സിനെതിരെയും നടപടി വരാൻ സാധ്യത. തിരുവനന്തപുരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, വിശദാംശങ്ങൾ. എന്തായാലും വകുപ്പ് തല അന്വേഷണത്തിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലാണ് ഈ തെളിവെടുപ്പിനായി ഈ ബിന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അന്ന് 4 പോലീസുകാരുണ്ടായിരുന്നു. അതിൽ 2 വനിതാ CPCമാരും മറ്റു 2 പുരുഷ പോലീസുകാരുമാണ്. അവർ അതിൻ്റെ പ്രൊസീജിയറുകളൊന്നും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഒരു തെളിവെടുപ്പിനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 3ാം സാക്ഷി അതിന് വേണം. ആ സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അത് അപ്പോൾ തന്നെ മഹസറിൽ തയ്യാറാക്കുകയാണ്. പക്ഷേ ഈ കേസിൽ നടന്നിരിക്കുന്നത് ഒരു പരാതി കിട്ടി. ആ പരാതിയിൽ പറയുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ഒന്ന് കൺഫേം ചെയ്യാതെ ഒരു പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് ഈ സംശയിക്കപ്പെടുന്ന ആളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിൽ പ്രാഥമിക കണ്ടെത്തൽ പറയുന്നു. 2 പേർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഇത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും നടപടി ഉണ്ടാകും. എന്തായാലും ബിന്ദുവിന്റെ വീട്ടിലാണ് ഞാനിപ്പോഴുള്ളത്. ഇതിൽ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ തുടർ നടപടി, അതായത് നിയമപോരാട്ടം തുടരും, മാനനഷ്ട കേസ് നൽകുമെന്നാണ് ബിന്ദു പറയുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഈ നിയമപോരാട്ടം തുടരാൻ ആലോചിക്കുന്നത്? ഓമന ഡാനിയലിൻ്റെ പേരിൽ കേസ് മുന്നോട്ട് കൊടുക്കും. എൻ്റെ വക്കീലുമായി ആലോചിച്ച് കേസ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അവരിതുവരെയെങ്കിലും ചേച്ചി വിളിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വിളിച്ചിട്ടില്ല. അന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടതല്ലാതെ എന്നെ ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ ചേച്ചിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം ഈ വീട്ടിലെത്തുമ്പോഴാണോ ഈ ബന്ധുക്കളടക്കം അറിയുന്നത് നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന്? അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഞാൻ ഇങ്ങനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണെന്നും ഇങ്ങനെ സംഭവമാണെന്നുള്ള കാര്യം അപ്പോഴാണ് എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അറിയുന്നത്. ഇപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ചേച്ചി സ്റ്റേഷനിൽ വെച്ച് സ്വർണം എടുത്തു എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അത് സ്വാഭാവികമായിട്ടും 4-5 പോലീസുകാർ വളഞ്ഞിരുന്ന് ഭീഷണിപ്പെടുത്തുകയും മക്കളെ അടക്കം കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയത്? അങ്ങനെ അറിയാതെ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ ഈ ഓമന ഡാനിയൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതും. ഇവർ ഭയങ്കരമായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ പറയാത്തവരും പറഞ്ഞു പോവും, പിടിച്ചു നിന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഈ ഓമന ഡാനിയൻ നിർദ്ദേശപ്രകാരമാണ് എന്നെ രാത്രി പോലീസ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ കാറിലാണല്ലേ? അവരുടെ കാറിലാണ് 4 പേര്. യൂണിഫോത്തിലല്ലാത്തവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിലെത്തിയിട്ട് പിന്നെ എന്താ ചേച്ചി പറഞ്ഞത്? വീട്ടിലെത്തിയിട്ട് പറഞ്ഞു ഇവരുടെ മാല മോഷണ കേസാണെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്യില്ല. എൻ്റെ മകളും പറഞ്ഞു അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്നെയും ചേട്ടനെയും കൊണ്ട് ഇവർ പെട്ടെന്ന് പോയി. പോകുന്ന വഴിക്കാണ് ആ ഒരു പോലീസുകാരനെ കാറിൽ വെച്ച് ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറയുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ പോലീസ് ഈ മറ്റ് 2 പോലീസുകാരുടെ പേരുകൾ പറഞ്ഞില്ലേ, SIയെ കൂടാതെ, അവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നടപടി ഈ 2 പേരെയും സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറക്കണം മാത്രം പോരല്ല. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഈ കേരളത്തിനകത്തായാലും കേരളത്തിൻ്റെ വെളിയിലായാലും ജോലിയിൽ കൊടുക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ച് ബാത്റൂമിൽ വെള്ളം കോരി കുടിക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഈ പ്രസന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ആ ഒരു സാഹചര്യം ഞാൻ ബാത്റൂമിൽ പോയി, പക്ഷേ ഞാൻ കുടിച്ചില്ല. പോയിട്ട് ഞാൻ ഇനി പുറത്ത് വന്നിരുന്നു. ഈ പിറ്റേ ദിവസം ഇവർ മാല കിട്ടിയെന്ന് പറഞ്ഞ് ഈ ഓമന സ്റ്റേഷനിലെത്തുകയും എന്നിട്ട് പോലും അത് ചേച്ചിയെ അറിയിച്ചില്ല. പിന്നീട് വൈകിയാണ് ചേച്ചി സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടത് പോലും, അല്ലേ? ഈ ഓമന ഡാനിൻ്റെ മകളും സ്റ്റേഷനിൽ വന്നിട്ട് ഈ സമയം വരെ എൻ്റെ അടുത്ത് ഈ മാലയുടെ കാര്യത്തെ പറ്റി വിളിച്ചിട്ടുമില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അതിനുശേഷമാണ് 12 കൂടി ഞാൻ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നത്. അതിലെന്തെങ്കിലും സംശയമുണ്ട്? ഈ മാല ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും മറ്റാരെങ്കിലും മോഷണം ചെയ്യാൻ ശ്രമിച്ചതാണോ, അല്ലെങ്കിൽ അവരാരെങ്കിലും എടുത്തു മാറ്റിയതാണെന്നോ അങ്ങനെ ഒരു സംശയമുണ്ടോ? എന്നുവെച്ചാൽ അവർക്ക് ധാരാളം സ്വർണ്ണമൊക്കെ ഉള്ളവരാണ്. ശരിക്കും സ്വർണ്ണമൊക്കെ ഇട്ടാണ് അവരെ കെട്ടിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഇവർ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. എന്തിനീ ക്രൂരത ചെയ്തു? പോലീസ് സ്റ്റേഷൻ ചെയ്യാത്തൊരു കുറ്റത്തിന് അവരൊരു സ്ത്രീയല്ലേ, അവരും ഇവരെ മക്കളും ചേർന്ന് അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇവരെ മക്കളുമായിട്ടുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനു വേണ്ടി ഞാൻ നടപടി എടുക്കാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കും. ഇതുവേണ്ടി ഞാൻ പോരാടുക ചെയ്യും.
നിയമപോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ബിന്ദു പറയുന്നത്. സ്കേൻ.